ഇപ്പം ഏതാണ്ട് കാര്യങ്ങൾ തീരുമാനമായി. കാരണം പ്രകാശിൻ്റെ അടുത്ത് ഇപ്പം ചോദിച്ചപ്പോൾ നല്ല വാർത്ത വരും, കോടതി തീരുമാനം വന്നോ എന്ന് ചോദിക്കുന്നു. മുരളീധരൻ പറയുന്നു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് ഈ സാറ് മുമ്പേ പറഞ്ഞതുപോലെ, പിയേഴ്സൺ സാർ മുമ്പേ പറഞ്ഞത് നേരത്തെ ആകാമായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് ഒരുപക്ഷെ പലരുടെയും തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയും, അല്ലെങ്കിൽ ഏത് തീരുമാനത്തിനകത്തും പാർട്ടിക്കപ്പുറം പക്ഷം പിടിക്കുന്ന ഒരു പാർട്ടിയുമായതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രയും നാറണ്ടി വന്നത്. ഇതിനകത്തുനിന്ന് ഇനി എത്ര പുറത്താക്കിയാലും ഈ നാറ്റത്തിനകത്തുനിന്ന് വെളിയിൽ വരാൻ കോൺഗ്രസ്സിന് സാധിക്കത്തുമില്ല. അതിനകത്തുനിന്നുണ്ടാക്കിയ ക്ഷീണത്തെ അതിജീവിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമാകുന്ന ഒരവസ്ഥയുമില്ല. അത് എനിക്ക് അതിനകത്ത് ഉള്ള പൊളിറ്റിക്സിനകത്തുനിന്ന് വരുന്നത്. അതായത് ഇപ്പം ഏറ്റവും അവസാനം വരുന്നു ഇന്ന് മുൻകൂർ ജാമ്യം. ഇപ്പം നമ്മുടെ ഈ ഗർഭ ഗർഭിണിയാക്കിയവൻ പുറത്തും ഗർഭത്തിൻ്റെ കാര്യം പറഞ്ഞവൻ അകത്തുമായിട്ടുള്ളവന് പോലും ജാമ്യം കിട്ടിയിട്ടില്ല. ആരാ? രാഹുൽ ഈശ്വർ. രാഹുൽ വല്ലവൻ്റെയും ഗർഭത്തിൻ്റെ കാര്യം പറഞ്ഞ് അകത്ത് കിടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഈ കമൻറ്റുകൾ വരുന്നതിനകത്തൊന്നുമില്ല. വലിയ രസമാണ് കേൾക്കാൻ ഈ കമൻറ്റുകൾ. നീ എന്താ വല്ലവൻ്റെയും ഗർഭത്തിൻ്റെ പേര് പറഞ്ഞ് അകത്ത് കിടക്കുന്നു? അപ്പോൾ അയാൾക്ക് പോലും കിട്ടിയിട്ടില്ല. അവർക്ക് പിന്നെ ഒരു പരസ്യ കമ്പനി നടത്തുന്ന ഒരു വീടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രാഹുൽ ഈശ്വരെ, പുള്ളിയുടെ ഭാര്യ. രാഹുൽ ഈശ്വർ അകത്ത് കിടന്നാലും കുഴപ്പമില്ല, 2 ദിവസത്തേക്ക് ഭാര്യ ഇതിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ പോലും ഈ മാധ്യമങ്ങളിൽ ലൈവായിട്ട് നിൽക്കുന്നത്. അവർക്ക് ഇതിൻ്റെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഏഷ്യാനെറ്റിലൊക്കെ ഒരു അവതാരകയെ കേട്ടിരുന്നു. പക്ഷേ ഇതിങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ഈ വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം. ഏത് വാർത്തയായാലും നാറുന്നതായാലും മണക്കുന്നതായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് നമ്മൾ അതിനകത്തുനിന്ന് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ ഗോഷ്ഠികൾ, ഈ തലയിൽ ടാഗും ഒക്കെ ഇട്ട്, സാറ് കണ്ടിട്ടില്ല, ഐ ലവ് ഇന്ത്യ, തലയിലെ തോളയിൽ ത്രിവർണ്ണ പതാക, പിന്നെ വല്ലാത്തൊരു വ്യത്യസ്തനായ മനുഷ്യൻ. അത് പുള്ളിയുടെ സ്വാതന്ത്ര്യമുള്ള കാര്യം. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല, അത് പറയാൻ അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പം രാഹുലിന് ജാമ്യം കിട്ടാനുള്ള അവസ്ഥ ഇല്ല എന്നുള്ള രീതിയിലേക്കും, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു ബോധ്യത്തിലേക്കുമാണ് കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇതുവരെ രാഹുലിനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ യു ഡി എഫ് കൺവീനറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ അത് നിങ്ങൾക്കൊരു നല്ല വാർത്ത വരും. ആ നല്ല വാർത്ത കേൾക്കുന്ന പത്രക്കാർക്കും അല്ലെങ്കിൽ മറ്റു പലർക്കും മനസ്സിലാവും. പക്ഷേ ആ നല്ല വാർത്തയെന്നേ അവർക്കും പറയാനൊക്കത്തുള്ളൂ. ആ നല്ല വാർത്ത ഇങ്ങനെ വ്യക്തത വരുത്തി പറയാൻ പറ്റത്തില്ല. അത് രാഹുലിനെ പുറത്താക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് രീതി തന്നെയാണ്. പിന്നെ അത് കുറച്ചുകൂടെ വ്യക്തത വരുത്തി കെ മുരളീധരൻ പറയുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു, അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാർ പറയാതെ പറയുന്നു, ഇനി ഇതല്ലാതെ മാർഗമില്ല. കാരണം എത്ര സഹിച്ചിട്ടും, എത്ര മാറി നടക്കും, എത്ര സംരക്ഷിച്ചാൽ നോക്കി നിന്നിട്ട് പോലും പുറത്ത് ഒരേ ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ പോലും പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നത്തിലേക്ക് പോകുന്നു. ഏറ്റവും അവസാനം ഇതിനു മുമ്പ് ഷാഫി പറമ്പിൽ തന്നെ, ഇവർക്കൊക്കെ മുമ്പേ ഷാഫി പറമ്പിൽ പറഞ്ഞു, എനിക്ക് പാർട്ടിയുടെ തീരുമാനത്തിനപ്പുറം ഒന്നുമില്ല, ഞാൻ സഹായിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും, അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തായാലും പല രീതിയിലും, അതെൻ്റെ ഭാഗം, എൻ്റെ കൂടെ നിന്നതിൻ്റെ ഭാഗം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനായി അങ്ങനെ പലരെയും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനും പാർട്ടിക്ക് വിലങ്ങുതടിയായിട്ട് വരുന്ന തീരുമാനങ്ങൾക്കും ഒന്നും ഞാൻ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും കോൺഗ്രസ് ഈ ഒരു മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം അതിന് മറ്റൊരു കാരണം കൊണ്ട്, രാഷ്ട്രീയ കാരണം. ഇനിയും ഇപ്പോൾ സസ്പെൻഷൻ നിർത്തിയിരിക്കുന്നു, ഇയാളിങ്ങനെ ലൈം ലൈറ്റായിട്ട് നിൽക്കുന്നു. ഏറ്റവും അവസാനം ഈ വിഷയം വന്നപ്പോൾ ഇയാൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ഇയാളെ ഇങ്ങനെ നിർത്തിയിരുന്നാൽ ഇയാളുടെ ഭാഗം നിന്ന് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ ഒരു ഉരുത്തിരിയൽ, അല്ലെങ്കിൽ ചില പറച്ചിലുകൾ, കുഴപ്പങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതിനെ അങ്ങ് മാറ്റിയേക്കാം. ക്യാൻസർ വന്നിടം മുറിച്ചു മാറ്റുന്നത് പോലെ മുറിച്ചു മാറ്റിയേക്കാം. ഇനി ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം പറയുന്നതിനൊരവസരം കോൺഗ്രസ്സിൽ ഉണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം മുരളി പറഞ്ഞതുപോലെ ഉണ്ടാകാത്ത രീതിയിലേക്ക് ആര് പറഞ്ഞാലും അവനെല്ലാം കോൺഗ്രസ് വിരുദ്ധനാണ്. അപ്പം വാര്യർ കാര്യം നമുക്ക് പറയേണ്ടി വരും, പരിഗണിക്കേണ്ടി വരും. പക്ഷേ ഇനി നാളെ തൊട്ട് പറയുന്നതിനായിരിക്കും ആ ഒരു പരിഗണന, അല്ലെങ്കിൽ വാര്യറെ പുറത്താക്കേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും സാർ ഇതിൻ്റെ ഒരു അവസ്ഥ? കോൺഗ്രസ് ഇതിനകത്ത് ഈ ഒരു പുറത്താക്കൽ കൂടി എന്തെങ്കിലും രക്ഷയുണ്ടോ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊതുപ്രവർത്തന ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിച്ചാൽ അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ പാർട്ടി പരിക്കേൽക്കുന്നതായി മാറും, പാർട്ടിക്ക് പരിക്കുണ്ടാകും. അത് കണ്ടിട്ടാണ് പല ഘട്ടങ്ങളിലും പാർട്ടികൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെടുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയും. ഇവർ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. സസ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ സസ്പെൻഷനിലായ ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാർട്ടി ശ്രമിച്ചു. അങ്ങനെയാണ് MLA എന്ന നിലക്ക് പോയി എല്ലാ സ്ഥലത്തും ഇടപെടാനും, അങ്ങനെ ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം സ്ത്രീകളുടെ വലിയ പിന്തുണ തനിക്കുണ്ടെന്ന് വരുത്താൻ വേണ്ടി സ്ത്രീകളെയൊക്കെ കൂട്ടി ഘോഷയാത്ര നടത്തുകയും മറ്റുള്ളവരെല്ലാം വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അതാണ് ഇതിൻ്റെ തകരാറായിട്ട് എനിക്ക് തോന്നുന്നത്. സസ്പെൻഷൻ എടുത്തു, അയാൾ സസ്പെൻഷനിലായ ഒരാൾ എന്ന നിലയ്ക്ക്
മാറി നടന്നിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇത്രയും അപകടത്തിലേക്ക് വരില്ലായിരുന്നു. നടപടിയെടുത്ത് അയാൾ പോയല്ലോ. പക്ഷേ പ്രശ്നം എന്താണ്? ഒരു വശത്ത് നടപടിയെടുത്ത് പത്രപ്രസ്താവന നടത്തി ആളുകളുടെ മുന്നിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്തിട്ട് അതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ അയാൾ വാരിപ്പുണർന്ന് കൂടെ കൊണ്ടുനടന്നു. അതിൻ്റെ പ്രശ്നമാണത് ശരിക്കും. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ മാനേജ്മെൻറ്റ് കൺസെപ്റ്റുകളിലേക്ക് പോകുമ്പോൾ ഉചിതമായ സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുത്തില്ല എന്നുള്ളതാണ് അവരുടെ പരാജയത്തിന് കാരണം. അവർ പാർട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ്? നഗ്നമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടി എത്തപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ എന്ത് തരത്തിലാണ് പാർട്ടിയെ രക്ഷിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത ഒരു വികൽപ്പിതാവസ്ഥ കോൺഗ്രസ്സിന് വന്ന് ചേർന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നേതാക്കളിൽ തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുത്തിരുന്നില്ല. എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തർക്കം ഇങ്ങനെ മൂത്ത് അവസാനം തർക്കിക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ്സിനകത്ത് ഒറ്റക്കെട്ടായ തീരുമാനം വരുന്നത്. കോൺഗ്രസ്സിന് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഒരു കാലഘട്ടത്തിലും ഒറ്റക്കെട്ടായ തീരുമാനം അവർ പ്രകടമാക്കിയിട്ടില്ല. അവരെപ്പോഴും പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അഭിപ്രായ വൈവിധ്യ സാധ്യതയുണ്ട്. കോൺഗ്രസ്സാണത്. ജനാധിപത്യത്തിൻ്റെ വലിയ പ്രതീകമാണ് എന്നെല്ലാം പറഞ്ഞ് തോന്നിയതെല്ലാം വിളിച്ചു പറയും. തോന്നിയ രീതിയിൽ പ്രവർത്തിക്കും. നടപടികളൊന്നും ഉണ്ടാവില്ല. ഇതാണ് അവരുടെ ശീലം. ആ ശീലം പക്ഷേ ഇതേപോലെയുള്ള വിഷയങ്ങളോട് എടുക്കാൻ പാടുണ്ടോ എന്ന് അവരോടിപ്പോൾ സമൂഹവും രാഷ്ട്രീയവും ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്താൽ അത് പാർട്ടിക്ക് വലിയ പരിക്കുണ്ടാക്കും, പാർട്ടിയെ നശിപ്പിക്കും, പാർട്ടി ഇല്ലാതാവും. ഈ രാഹുൽ മാങ്കുണ്ടത്തിനെ ചുമന്ന് പാർട്ടി നശിക്കണോ നാറണോ എന്നുള്ള ചോദ്യമല്ല, നശിക്കണോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അപ്പോൾ നശിക്കണ്ട, അതായത് ഉത്തരവുള്ളതല്ല. നശിക്കാം എന്നാരെങ്കിലും പറയും. നശിക്കണ്ട എന്ന് പറയുകയും നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നുവെച്ചാൽ പുനർനിർമ്മാണ പ്രക്രിയകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. അത് ആരംഭിച്ചതിൻ്റെ ഒരു ഉത്തരമാണ് നല്ല വാർത്തകൾ വരും എന്ന് പറയുന്നത്. നല്ല വാർത്തകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കുക. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. ഇനി ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പാർട്ടിക്ക് പറയേണ്ട ഒരു സാഹചര്യം. ഈ തീരുമാനം പാർട്ടിയിൽ നിന്ന് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നല്ല വാർത്ത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരുത്തൻ ജയിലിനകത്താണ്. നാളെ വരെ അദ്ദേഹം കസ്റ്റഡിയിലാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ മറ്റൊരുത്തിൻ്റെ ഗർഭത്തെക്കുറിച്ച് സംസാരിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പോയതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, അപ്പോൾ ഈ ഗർഭത്തിന് ഉത്തരവാദിയായതും ഗർഭം കലക്കിയതിനൊക്കെ ഉത്തരവാദിയായിട്ടുള്ള ആൾക്ക് കോടതി എന്ത് കൊടുക്കും? മുൻകൂർ ജാമ്യം കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കതിൽ കൃത്യമായിട്ടൊരു ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കോടതി പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിൽ കോടതിക്ക് തോന്നുകയാണ് മുൻകൂർ ജാമ്യം കൊടുക്കാൻ തോന്നുമെങ്കിൽ മുൻകൂർ ജാമ്യം കൊടുക്കും. വേണ്ട എന്നാണ് കോടതിക്ക് തോന്നുന്നതെങ്കിൽ കൊടുക്കില്ല. അതിനെക്കുറിച്ച് നമുക്കൊരു പ്രവചനം നടത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊടുക്കില്ല കോടതി എന്നൊന്നും ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം കോടതികളിൽ ഓരോരോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് മുൻകൂർ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ കോടതിയിൽ കയറിയിരിക്കുന്നത്? അയാൾ എന്തൊക്കെ പറയും? അത് കോടതിക്ക് ബോധ്യമാകുമോ? അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ച് ബോധ്യപ്പെട്ടാൽ മുൻകൂർ ജാമ്യം ചിലപ്പോൾ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള സ്ഥിതി. എന്തായാലും രാഹുൽ ഈശ്വർ പെട്ടു, മാങ്കൂട്ടം പെടുമോ എന്ന് വേണമെങ്കിൽ ആളുകൾ ഇങ്ങനെ ഇടക്കിടക്ക് അവിടെ ഇവിടെ കേട്ടിരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ പെടുവില്ല എന്നുള്ളതൊന്നുമല്ല. രാഷ്ട്രീയ ലോകത്തിൻ്റെ ചർച്ചയിൽ ഇതെങ്ങനെ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭൂമികയിൽ ഇതെങ്ങനെ ധാർമ്മിക അധാർമിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കും? ധാർമ്മികമാണോ ഇത്തരം പ്രവർത്തനം? അധാർമികമാണോ എന്ന ചോദ്യമാണ് അവിടെയുള്ളത്. ഇയാളെ ജയിലിൽ കൊണ്ടുപോയി ശിക്ഷിക്കുക, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അത് ക്രിമിനൽ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പോകുന്ന കാര്യങ്ങളാണ്. അത് വിട്ടുകളയാണ്. പക്ഷേ പൊളിറ്റിക്സിൽ ഇതെന്താണ് ഉണ്ടാക്കുന്നത്?
പൊളിറ്റിക്കലായിട്ട് അതിൻ്റെ എഫക്റ്റ് എന്താണ്, ഇമ്പാക്റ്റ് എന്താ? അതെന്തായാലും കോൺഗ്രസ്സിനെ ദോഷമായി ബാധിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു അനവധാനത, അശ്രദ്ധ, അലസത ഒക്കെയാണ് അങ്ങനെയുള്ള പരിക്കിലേക്ക് പാർട്ടി കൊണ്ടെത്തിച്ചത്. പാങ്കുട്ടം എവിടെയെങ്കിലും പോട്ടെ എന്നവർ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം അവർക്ക് ഉണ്ടാവില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ABC-ക്ക് ഒരു ദേശീയ ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനൽ ഒരു ഹിന്ദി ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.